അനുഭവിക്കുന്നുണ്ട്. അവർ തീരുമാനിച്ചുറപ്പിച്ച് ശക്തമായ ഉറപ്പോടുകൂടെ സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ മരിക്കുക, കുട്ടി ജീവിക്കുക. കാരണം അവൻ ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ തീരുമാനം ഉറച്ചതായിരുന്നു. പക്ഷെ ഇന്ന് ആ സഹോദരിയും അതേപോലെ തന്നെ ആ കുട്ടിയും ഇന്ന് ജീവിക്കുന്നു എന്നതാണ് അത്ഭുതം. അള്ളാഹുവാണല്ലോ കാര്യങ്ങളെ തീരുമാനിക്കുന്നവൻ. ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്ക് ജീവിത പ്രതിസന്ധികളെ അനുഭവിക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. എന്തൊക്കെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഒരു വീട് എങ്ങനെ വെക്കും എന്നുള്ളത് മാത്രമല്ല സഹോദരങ്ങളെ. എനിക്കൊരു രോഗം വന്നാൽ ഞാൻ എവിടെ കിടക്കും എന്നുള്ളതല്ല. ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. മരണത്തിന്റെ അപ്പുറത്തല്ല, മരിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ്. മരണത്തിന് ഇപ്പുറത്തുള്ള പ്രതിസന്ധികളെ നമ്മൾ അത്ര വലുതായി കാണേണ്ടതില്ല. കാരണം ഏതൊരു പ്രയാസത്തിനും നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1000 രൂപ ഒന്നിച്ചെടുക്കാനില്ലെങ്കിൽ, ഒരു 5 ലക്ഷത്തിന്റെ ചികിത്സ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ 5 ലക്ഷവും നിങ്ങൾക്ക് സ്വരൂപിച്ച് തരാൻ, നിങ്ങൾ രോഗിയായി വിശ്രമിക്കവേ നിങ്ങൾക്ക് വേണ്ടി ഓടാൻ ഒരു പക്ഷേ ഈ നാട്ടിൽ ആളുകളുണ്ട്. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കാൻ ആളുണ്ട്. എന്നാൽ അവിടെ ആരുമില്ല നമുക്ക്. ഏത് മരണത്തോടുകൂടെ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ അവനെ സഹായിക്കാൻ ആരുമില്ല. അതുമുതലാണ് യഥാർത്ഥ ജീവിത പ്രതിസന്ധി ആരംഭിക്കുന്നത്. മരിക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അതൊക്കെ സത്യാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുന്ന ജീവിത പ്രതിസന്ധികളെക്കാളും ഒരല്പം മാരകമായി അതിനെ നമുക്ക് എങ്ങനെ കാണാതിരിക്കാൻ പറ്റും? മരിക്കുന്ന സമയത്ത് 2 അവസ്ഥയേ ഉള്ളൂ. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും രണ്ടിലൊരവസ്ഥ. മുഹമ്മദ് നബിയെ, മരണരംഗം എത്ര ഭയാനകമാണ്. മരിക്കുന്ന സമയത്ത് അക്രമികളായ ആളുകളെ നീ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് അവസ്ഥ? മലക്കുകൾ കയ്യോങ്ങി നിൽക്കുന്ന, തല്ലാൻ ആക്രമിക്കാൻ കയ്യോങ്ങി നിൽക്കുന്ന മലക്കുകൾക്ക് മുമ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. എന്താണ് സഹോദരങ്ങളെ ആ പ്രയാസം? പോകുന്ന വഴിക്കെന്ന് എവിടുന്നെങ്കിലും നമ്മളെ ശത്രുക്കളായ ഒരു വിരോധി രാത്രി ഒരു 12 മണിക്ക് ഇരുട്ടിൽ ഏകാന്തമായ വഴിയിൽ ആക്രമിക്കാൻ വേണ്ടി അവൻ കടാരിയോങ്ങി നിൽക്കുന്ന ദൃശ്യമല്ല. നിമിഷങ്ങളെ അത് അനുഭവിക്കലുള്ള, നീണ്ട കാലം അനുഭവിക്കേണ്ടി വന്ന ദുരന്തത്തിന്റെ തുടക്കം. അതല്ലെങ്കിൽ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി സന്തോഷത്തോടുകൂടെ മരിക്കുന്ന ഒരു രംഗം. ഈ രണ്ടിലവസ്ഥ നമ്മൾ കിടക്കണ്ടേ? അതല്ലെങ്കിൽ ഹുഫ്റത്തും മിൻ ഹുഫരിന്നാർ, അടുത്ത ജീവിതം അവിടെ നരകത്തിന്റെ ഒരു കുഴി, അല്ലെങ്കിൽ റൗദത്തും മിൻ റിയാൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു പൂന്തോട്ടം. ഈ രണ്ടിലൊരവസ്ഥയിൽ ഖബറിൽ മനുഷ്യൻ കിടക്കണം. ഇതൊക്കെ ഉറപ്പായിട്ടും എനിക്കും നിങ്ങൾക്കും വരുന്നുള്ള കാര്യം. ആർക്കെങ്കിലും ഇതൊരു സംശയം, മരിക്കുമ്പോ അങ്ങനെ ഉണ്ടാവൂ, ഖബറിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നൊരു ചെറിയ സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൃദയത്തിൽ തോന്നുകയാണെങ്കിൽ അവൻ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പുറത്താണ്. ഒരു സംശയം ഉണ്ടാവാൻ പറ്റൂല. സംശയത്തോടെ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഒന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം. അത് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഇരിക്കുന്ന നമുക്കൊക്കെ 2 ജീവിത മുഖങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്കെല്ലാം അറിയുന്ന മാന്യനായ ഒരാൾ, അതാണ് നമ്മളൊക്കെ. എല്ലാവരും പുറത്തിറങ്ങിയാൽ എത്ര നല്ല മനുഷ്യനാണ്. പക്ഷേ നമുക്കറിയുന്ന ഒരാളുണ്ട്, എല്ലാ ദുശീലങ്ങളെയും വേണ്ടാത്തരങ്ങളെയും ചിന്തിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദുഷിച്ച മനുഷ്യൻ. അയാളെ നമുക്ക് മാത്രമേ പരിചയമുള്ളൂ. സുഹൃത്തുക്കളെ, അയാളാണ് മരണത്തിലൂടെ ഖബറിലൂടെ സഞ്ചരിക്കുക. പുറത്തു കാണുന്ന ആദരണീയനായ ഈ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ഒരു ജഡമായി ഇവിടെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, മണ്ണിൽ ദ്രവിപ്പിക്കപ്പെടുമ്പോൾ, ആ ജീവനുള്ള യാത്രയിൽ പങ്കാളിയാകുന്നത് സ്വകാര്യമായി നമുക്കുള്ളിൽ ജീവിക്കുന്ന ആ വ്യക്തിയാണ് അവിടേക്ക് വരിക. അവിടെ ആലോചിച്ചു നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധി. ഞാൻ അതാ ഓതി വെച്ച ആയത്ത്, കാന അലാ റബ്ബിക ഹത്മം മഖദിയാ തുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. എല്ലാവരും വരണം എന്നാണ് നരകത്തിന്റെ അടുക്കൽ. നരകത്തിന്റെ മുകളിലൂടെ നിർത്തപ്പെട്ട സിറാത്ത് എന്ന് പറയുന്ന സിറാത്തു ഹക്കുൻ, സിറാത്തു ഹക്കാണ്. സിറാത്ത് എന്ന് പാലം എന്ന് പറയുന്ന ഒന്നുണ്ട്. അഹദ്ദു മിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയുള്ള. അതേപോലെ തന്നെ അദഖ്ഖു ഷഅർ, ഒരു മുടിയേക്കാളും നേരിയ ഒന്നുണ്ട്. അതിലൂടെ പോകണമെന്നാണ്. ആദ്യം നബി സ്വല്ലല്ലാഹു കടന്നു പോകും. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് കടന്നു പോകണം. ഒരു പക്ഷേ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. അതല്ലെങ്കിൽ പക്ഷിയുടെ വേഗതയിൽ, മൃഗത്തിന്റെ വേഗതയിലൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും പോകണം. അവിടെ വരാതെ ഒരാൾക്കും പോകാൻ പറ്റൂല.
വനദറുല്ലാലിമീന ഫീഹാ ജിസിയ. സൂക്ഷ്മത പാലിച്ചവർ കടന്നുപോകും. ഏറ്റവും അവസാനം വരുന്നവൻ ഇഴഞ്ഞു നീങ്ങി സഞ്ചരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നജ്ദിൽ കാണുന്ന കലാലീഫ്, ഏറ്റവും ഭീകരമായ മുള്ളുകളെ പോലെയുള്ള കുളത്തുകൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. എത്ര പ്രതിസന്ധികൾ! അത് കഴിഞ്ഞാൽ നരകം, സ്വർഗം. ഒന്ന് ഖുർആൻ വായിക്കുമ്പോൾ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാവും. സഹോദരങ്ങളെ, ജീവിതത്തിൽ അത്ര വലിയ ദുരന്തം ഒരാളും അനുഭവിക്കുന്നുണ്ടാവില്ല. തകാദു തമയ്യസു മിനൽ ഗൈദ്, പൊട്ടിത്തെറിക്കാൻ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന നരകം. പിന്നെ ഇബ്നു കത്തീറൊക്കെ പറയുന്നത് 100 കൊല്ലം സഞ്ചരിക്കാവുന്ന ദൂരത്തിന്റെ അപ്പുറത്ത് നരകം കാണുമ്പോൾ അതിന്റെ ഗർജനങ്ങളും അതിന്റെ ഉച്ഛ്വാസവും അവർ ദീർഘമായ ദൂരങ്ങളിൽ നിന്നും അവർ കണ്ടുകൊണ്ടിരിക്കുമെന്ന് പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നാശമേ നാശമേ എന്ന നരകത്തിൽ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് പരലോകത്തെ കുറിച്ച് പറയാനല്ല. ഇത്രയും വലിയ പ്രതിസന്ധികൾ ഭാവിയിൽ നമുക്ക് മുമ്പിൽ കിടക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനൊക്കെ കിതപ്പോടുകൂടി ഓടുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവിടെ തീരൂരല്ലോ ജീവിതം എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ നടന്നു പോകുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്ത് കാണിച്ചെന്നാണ് ഒരു വീടിന്റെ നിർമ്മാണം. വീട് നിർമ്മാണത്തെക്കുറിച്ച് നന്നായി അറിയുന്ന അയാൾ എനിക്ക് അല്പം ദൂരെ നിന്ന് ആ വീടിനെ പറ്റി വിശദീകരിച്ചെന്ന്. അയാൾ പറഞ്ഞത്, ഒരു നല്ല ഒരു കുടുംബത്തിന് താമസിക്കാവുന്ന രൂപത്തിലുള്ള ഒരു വീടുണ്ടാക്കാൻ ഇയാൾ ഉപയോഗിച്ച ജനലിന്റെയും വാതിലിന്റെയും ഉപയോഗിച്ച മരം കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു മീഡിയം വീട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ നിലത്ത് പതിക്കാൻ കൊണ്ടുവന്ന ഗ്രാനൈറ്റുകളെ പറ്റി പറഞ്ഞു. ഇത് ഇന്ന് ഇവിടുത്തെ കടകളിൽ വാങ്ങാൻ ലഭിക്കുന്നതല്ല. അതിന്റെ ഓരോ സ്ക്വയർ ഫീറ്റിന്റെയും വില പറയുമ്പോൾ നാം ഞെട്ടിപ്പോകും. 2 കുട്ടികളും അതേപോലെ തന്നെ അയാൾക്കും ഭാര്യയ്ക്കും താമസിക്കാനുള്ള ഒരു വീടാണ്. 10 ലക്ഷത്തിന്റെ ലോണിന്മേലാണ് ആ വീടിന്റെ പണി ആരംഭിച്ചിരിക്കുന്നത്. ജീവിതം എന്തിനെന്നും ജീവിതത്തിന്റെ അർത്ഥമെന്തെന്നും അറിയാത്തവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ നമ്മളാക്കി. അതുകൊണ്ടും അവസാനിക്കുന്നതല്ല. ഇനി എന്തൊക്കെയാണ് അവർക്ക് സ്വപ്നങ്ങൾ? ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാവുന്ന സമ്പാദ്യം മുഴുവൻ അവർ ലോൺ എടുത്ത് കഴിഞ്ഞു. മരിക്കുന്ന നിമിഷം വരെ വാങ്ങുന്ന പെൻഷൻ അടക്കമുള്ള ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം കൊടുത്താൽ തീരാത്തത് വീടിനെടുത്തു കഴിഞ്ഞു. ഇനിയും സ്വപ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഒരു വീട് അങ്ങനെ, ഒരു കല്യാണത്തിന്റെ ടൗണിലെ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾ അവിടെ ചെന്നാൽ ആ ഒരു ദിവസത്തെ കല്യാണ ചെലവൊന്നും നിങ്ങൾ ചോദിച്ചറിയാം. ഭക്ഷണത്തിന്റെ ചെലവും മറ്റലങ്കാരത്തിന്റെ ചെലവുകളും 40 ലക്ഷവും 60 ലക്ഷവും ചെലവഴിക്കുന്ന കല്യാണങ്ങൾ അതിന്റെ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കുമുണ്ട്. സഹോദരങ്ങളെ, എന്ത് ചെയ്യണമെന്നറിയാത്ത അലക്ഷ്യമായ ഒരു ജീവിതത്തിൽ മനുഷ്യൻ എന്നെന്നും അവസാനിക്കാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യാനുള്ള സമയവും ആരോഗ്യവും പണവുമാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നിരാശയില്ലാതെ പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആരോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാവരും ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നിരാശയാണ് പ്രകടിപ്പിക്കുന്നത്. എത്ര സമ്പന്നനോട് ചോദിച്ചാലും അവർക്കൊക്കെ പറയാനുള്ളത് നിരാശയുടെ ഉത്തരങ്ങളാണ്. ജീവിതത്തിൽ ഇത്ര പണമുണ്ടായിട്ടും ഇവർക്ക് എന്താണ് വിഷമം എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സുകൾ ശാന്തമാകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ മനസ്സുകളെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റൂല എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു രക്ഷ തേടാൻ പറഞ്ഞ ഭീകരമായ 2-3 കാര്യങ്ങളിൽ ഒന്ന് ആർത്തിയടങ്ങാത്ത മതിവരാത്ത മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉപകാരപ്പെടാത്ത വിജ്ഞാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഇരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ അറിയാം, എന്നാൽ നിങ്ങൾ വെറുതെ ഒരു കടലാസെടുത്ത് എഴുതി നോക്കൂ. നിങ്ങൾ അറിഞ്ഞിട്ടും ജീവിതത്തിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ അത് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി. പടച്ചവനോട് കാവലിന് ചോദിക്കേണ്ട കാര്യം അറിഞ്ഞിട്ടും ചെയ്യാത്ത, വ്യഭിചരിക്കാൻ പാടില്ലെന്നറിയാം എന്നിട്ടും ആ അറിവുണ്ടായിട്ടും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടാത്തവർ, പലിശ വാങ്ങാൻ പാടില്ലെന്നറിയാം പക്ഷെ അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നില്ല. അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടാതിരിക്കുക. പടച്ചവനെ, അങ്ങനത്തെ അറിവ് നീ എനിക്ക് നൽകരുത് എന്നാണ്. ഭക്തിയില്ലാത്ത ഹൃദയം. ആളുകളൊക്കെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും മനസ്സിന്റെ ഉള്ളിൽ നിന്നും തഖ്വയോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആളുകൾ. അതേപോലെ തന്നെ പിന്നെ മനസ്സില്ലാത്ത ആർത്തിയടങ്ങാത്ത മനസ്സ്. എത്ര മുന്നോട്ട് പോയാലും ഇനിയും മതിയായില്ല എന്ന് വിചാരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയണം. ആ മനസ്സ് ശാന്തമല്ലെങ്കിൽ എന്താവുന്നത്? നിങ്ങൾ ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂല. ഒരു 3 കുട്ടികളുള്ള ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതിന്റെ കഥ ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവരുടെ ഭർത്താവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ കേട്ട ഏറ്റവും അവസാനത്തെ നിരാശയുടെ കഥയാണ്. ഒരു നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അത്ര ഭേദപ്പെട്ട ഒരു കുടുംബമില്ല. എല്ലാം കരുത്തരായ
ആങ്ങളമാരും ആളുകളൊക്കെ ഉള്ള നല്ല കുടുംബത്തിലെ മെമ്പർ. എന്താണ് അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം? ഭർത്താവ് ചെറിയൊരു